الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആയുസ്സിൽ ഒരു റമദാനെ കൂടി സാക്ഷിയായി. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. ന്യൂനതകളും കുറവുകളും പോരായ്മകളും ഉണ്ടാകും. അള്ളാഹു തആല അതെല്ലാം പരിഹരിച്ച് പൂർണ്ണമായും പ്രതിഫലം നൽകുന്ന അമലുകളായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി മരണം വരെ ഈ ഒരു ഈമാൻ തഖ്വയും നിലനിർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇസ്തിഖാമത്തും സബാത്തും അഥവാ കിട്ടിയ ഈമാനും തഖ്വയും മരണം വരെ നിലനിർത്തലാണ് ഇസ്തിഖാമത്ത്. ആ മാർഗത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് നിലനിർത്തലാണ് സബാത്ത്. ഇത് രണ്ടും ആവശ്യമാണ്. നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഖുർആനിന്റെ പഠിതാവ് എന്ന നിലക്ക് റമദാനും നോമ്പും ഷർത്ത് ഒത്തതായിരുന്നു. നമുക്ക് ഷർത്തൊക്കാത്തതൊന്നും അള്ളാഹു കബൂൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമാണ് ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുക. ഷർത്തൊത്ത ഇബാദത്ത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഇത് നിലനിൽക്കുക എന്ന് പറയുന്നത്, നിലനിർത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ഗുണം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നഷ്ടപ്പെട്ടാൽ അതിൻ്റെ തീരാ നഷ്ടവും നമുക്ക് ഓരോരുത്തർക്കുമാണ്. കാരണം എന്ന് പറയുന്നത് വല്ലാത്തൊരു കരികെട്ട കാലം എന്ന് നമ്മൾ പറയുമല്ലോ, കലിതുള്ളുന്ന കാലം എന്ന് നമ്മൾ പറയും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾക്കും ഒരാളോടും ഒരു വിധേയത്വവും ഇല്ലാത്ത വിധം മനുഷ്യൻ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുക. റസൂൽ പറഞ്ഞു, റമദാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റമദാൻ കഴിഞ്ഞിട്ടും എന്തിനാ റമദാനെ പറ്റി പറഞ്ഞതെന്ന് ചിന്തിക്കരുത്. റമദാൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ക്ലാസ്സിൽ ഇത് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. റമദാൻ കഴിഞ്ഞിട്ടും റമദാനെ പറ്റി പറയണമെന്നല്ല ചിന്തിക്കേണ്ടത്. റമദാനെ കുറിച്ച് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്. അത് നമ്മൾ ഇപ്പോഴാണ് റമദാൻ കഴിഞ്ഞ ശേഷം ചിന്തിക്കേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ റസൂൽ പറഞ്ഞു ഷഹ്റു സ്വബ്റാണെന്ന് പറഞ്ഞു. ഷഹ്റു റമദാൻ ഷഹ്റു സ്വബ്റാണ്. സ്വബ്ർ എന്ന് പറഞ്ഞാൽ ദേഷ്യം നിയന്ത്രിക്കാനേ നമുക്ക് അറിയുള്ളൂ. ഖുർആൻ ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്ന് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. അള്ളാഹ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ സബർ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് സബർ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കാതിരിക്കുക, ദേഷ്യം പിടിക്കുമ്പോൾ ക്ഷമിക്കുക, അത് മാത്രമേ സബർ അറിയുള്ളൂ. അതല്ല സബർ. അത് സബറിന്റെ ഒരു ഭാഗം മാത്രമാണ്. സബർ അതിലേക്ക് അപ്പുറമാണ്. കാരണം അള്ളാഹ് കൂടെ നിൽക്കണമെങ്കിൽ അത് മാത്രം ഉണ്ടായിരുന്നു പോരാ. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൂടെ ഉണ്ടാകുന്ന, അള്ളാഹ് കൂടെ നിൽക്കണമെങ്കിൽ അത് മാത്രം ഉണ്ടായി പോരാ. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണ്. ഷഹ്റു സ്വബ്റാണ് എന്നാ പറഞ്ഞത്. അതിലൂടെ ഈ ഖുർആൻ പഠിപ്പിച്ച, അതുപോലെ വേറെ തലമുറ ഇത് പഠിക്കേണ്ട കാര്യമാണ്. ഖുർആൻ പറഞ്ഞ സ്വബ്ർ നമുക്കുണ്ടെങ്കിൽ അള്ളാഹ് നമ്മുടെ കൂടെ നിൽക്കും എന്നത് അനുഭവത്തിലൂടെ ബോധ്യപ്പെടേണ്ട സംഗതിയാണ്. സ്വബറിന്റെ ഏത് ഭാഗം എടുത്താലും അതിന് ഗുണം നമുക്ക് തന്നെയാണ്. ഇപ്പൊ നമുക്ക് അറിയുന്ന ഭാഗം മാത്രം എടുത്തോളി. ക്ഷമിക്കുക എന്നുള്ളത് അത് മാത്രം എടുത്തോളി. ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്
ഇപ്പൊ നോക്കി നിങ്ങൾ ഒരു ട്രെയിനിലെ ടിക്കറ്റ് പരിശോധകനെ TTRനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസ് നമുക്കൊക്കെ വായിച്ചതാണ്, നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഒരു കുടുംബത്തിന്റെ ഏക അർത്ഥാണി നാട്ടുകാർക്ക് എല്ലാവർക്കും നന്മ മാത്രം പറയാനുള്ള ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ വയ്യ, നിങ്ങൾക്ക് ഇന്നോടൊന്നും പറയാൻ വയ്യ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറി. കലിതുള്ളുന്ന കാരൻ പിടിച്ചു തള്ളി നമ്മൾ മാത്രം വായിച്ചു കൊണ്ടിരിക്കെ 160 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണത്ര. ഛിന്ന ഭിന്നമായിട്ട് ശരീരത്തിന്റെ പാർട്സുകൾ അവർ പെറുക്കിയെടുത്തതാണ്. ശരീരത്തിന്റെ ഓരോ പാർട്സുകൾ പെറുക്കിയെടുത്തിട്ട് ആ മയ്യത്ത് മൃതശരീരം വീട്ടിൽ കൊണ്ട ഒരു തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് ഒരു കവറിൽ കൊണ്ടുപോകുന്ന മാംസകഷ്ണങ്ങൾ കവറിൽ കൊണ്ടുപോകുന്നത് പോലെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ കുറെ മാംസകഷ്ണങ്ങളാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും കുടുംബത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചത്. എവിടെ നിൽക്കുന്നു നമ്മുടെ സമൂഹം എന്ന് നമ്മൾ ആലോചിക്കുക. ഈ ഒരു നിമിഷ നേരത്തെ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ വന്നിട്ടുള്ള ഒരു തകരാറാണ്. ഈ മുന്തിയ മനുഷ്യനും കാലാകാലം ജയിലിലാണ്. അയാൾക്ക് ഇനി പുറലോകം കാണൂല. കാരണം അയാൾ ഒന്നുകിൽ തൂക്കിക്കൊല്ലപ്പെടും, വധശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെടും. അയാൾക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബം പോയി, അയാളെ കുടുംബം പോയി. ഈ ഒരു മനുഷ്യനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് എത്താനിട്ടു. നമ്മളെ പടച്ച റബ്ബ് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഗുണം റമദാനിൽ കിട്ടേണ്ട സ്വബർ, അതിന്റെ ഒരു ഭാഗം, അതിലൊരു ജുസ്ഹാണ്, ഒരു ഭാഗം മാത്രമാണ്. അത് കിട്ടിയിരുന്നെങ്കിൽ, മനസ്സിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ രണ്ട് കുടുംബത്തിനും വരേണ്ടിയിരുന്ന വലിയ നഷ്ടകാരം. ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നം, ഹലാലായ ഭക്ഷണം കണ്ടിട്ട് അത് റമദാന്റെ പകലുകളിൽ ഭക്ഷിക്കാതെ മനസ്സിന് ശക്തമായ ദാഹം ഉണ്ടായിട്ട് വെള്ളം കുടിക്കാതെ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം, മനസ്സിന്റെ ഇച്ഛയെ കൺട്രോൾ ചെയ്യണം, അല്ലെ? റമദാൻ അങ്ങനെയാണ് ചെയ്തത്. ഒരു വണ്ടൂര് ഒരു ചങ്ങാതി ഭാര്യന്റെ ഉമ്മാനെ വെട്ടിക്കൊന്നു. എന്തിനെ? ചിക്കൻ റമദാൻ ഭക്ഷണം മാത്രമല്ല, ചിക്കനെന്നല്ല, ഒരു ഭക്ഷണത്തിന് വാശി പിടിക്കാനോ അത് വേണമെന്ന് നിർബന്ധം പിടിക്കാനോ പാടില്ലാത്ത ഒരു കാലഘട്ടം, ഒരു ദിവസം, ഒരു സമയം. ആ സമയത്താണ് ഭാര്യ ഓടിക്കച്ചില്ലേ, മാല വെട്ടിക്കൊണ്ടു. അറുപത് നടത്തില്ല, പ്രശ്നം ചിക്കൻ വാങ്ങി കൊടുത്തില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വരെ മനുഷ്യന്മാർ വയലന്റാണ്, വികാരം കൊള്ളുകയാണ്. എന്താ ചെയ്യുന്നത് അറിയാൻ പറ്റാത്ത. അപ്പൊ ഇസ്ലാമും ഖുർആനും ഒക്കെ നൽകുന്നത് മനുഷ്യന്റെ ഫിത്രത്തിനെ, മനുഷ്യന്റെ പ്രകൃതിയെ അത് ശരിക്ക് അതിന്റെ തനിമയോടെ നിലനിർത്തുക എന്നതാണ് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കും അതന്നെ ഒരൊറ്റ പോയിന്റ്. റമദാനിലെ റബ്ബ് തന്നെയാണ്, റമദാനിലെ റബ്ബ് തന്നെയാണ് ശവ്വാലിൽ ഉള്ളത്, മനസ്സിലാക്കിയാൽ മതി. റമദാനിൽ വേറൊരു റബ്ബും ശവ്വാലിൽ വേറൊരു റബ്ബും ഇല്ല. റമദാനിൽ ഖുർആൻ പഠിച്ചവർ, ഖുർആൻ ഓതിയവർ ശവ്വാലിലും അത് തുടരണം, തുടർന്നുകൊണ്ടേയിരിക്കണം. ആ ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ടാകണം. റബ്ബുമായിട്ടുള്ള ബന്ധം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച് അത് ഇസ്തിഖാമത്ത് ചെയ്യുക, നിലനിർത്തൽ. അപ്പൊ ഏതിലൂടെ നിലനിർത്തണം? അല്ലാഹുവിന്റെ കലാമിലൂടെ നിലനിർത്തണം. അതാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് സിറാത്തുൽ മുസ്തഖീമാണ്. ഇസ്തിഖാമത്ത്
അസാദ പുസ്തകം ഖുർആനാണ്. ഇതിലൂടെയാണ് അത് നിലനിർത്തേണ്ടത്, ഉണ്ടാവേണ്ടത് ഖുർആനിലൂടെയാണ്. ഇല്ല എങ്കിൽ അത് ഉണ്ടാവില്ല, അത് പിടുത്തം വിട്ടു ബന്ധം മുറിഞ്ഞു പോകും. ഇടവേളകൾ ശൈത്താൻ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സുകളിൽ ഇടവേളകൾ വരുന്നതിനെ ഭയപ്പെടുന്നത്. കാരണം വല്ലാത്തൊരു നമ്മൾ ശീലിച്ചു വന്ന ഒരു അവധിക്കപ്പുറം ഇത് നീണ്ടുപോകുമ്പോൾ അവിടെ ശൈത്താൻ ഇടപെടാനും നമ്മളെ മനസ്സിൽ ഉള്ളത് എടുത്ത് കളയാനും നീങ്ങിപ്പോകാനൊക്കെ കാരണമായി തീരും. ശൈത്താൻ യൻസിലുന്ന പറഞ്ഞത്, ഊരിയെടുക്കുന്ന പറഞ്ഞത്, ഈമാൻ ഊരിയെടുക്കുക ചെയ്യുക. ശൈത്താൻ ഊട്ടി ഉറപ്പിക്കേണ്ടത് ഖുർആനിലൂടെയാണ്. അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രാർത്ഥന? അല്ലാഹുവുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കലാണ് പ്രാർത്ഥന. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന, അവിടെ നമ്മൾ നിൽക്കുന്നത്. റബ്ബന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടല്ലോ. ഇന്ന റബ്ബി ഗഫൂറുൻ റഹീം, ഇന്ന റബ്ബി ഗഫൂറുൻ വദൂദ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം. ഇന്ന റബ്ബി സമീഉ ദുആ, എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ആ റബ്ബിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഞങ്ങളുടെ നാഥ. ഹബിലന വഹബ എന്ന വാക്ക് എന്തായതാണ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ആ പ്രയോഗം പ്രയോഗിക്കാനുള്ള കാരണം എന്ന് നമ്മൾ പറഞ്ഞു. മിൻ അസ്വാജിന, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞത് അസ്വാജ് എന്ന് ഖുർആനിൽ, സൗജ് അസ്വാജ് എന്ന് ഖുർആനിൽ 76 സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിലെ 36-ാം അധ്യായത്തിലെ 36-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുകയും ചെയ്തു, അല്ലെ? ഇനി ഈ സൗജ് അസ്വാജ് എന്നുള്ളത് ശ്രദ്ധിക്കണം. ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ പിന്നെ അസ്വാജിന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന് പറയുമ്പോൾ ഇണകൾ എന്തിന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. അതാണ് ചോദിക്കുന്നത്. അത് പലർക്കും അറിയില്ല. ഇണകളിൽ നിന്ന് നമ്മൾ റബ്ബിനോട് എന്താ ചോദിക്കുന്നത് അറിയോ? എന്താ ചോദിക്കുന്നത്? ഇണകളാക്കി സൃഷ്ടിച്ചത് എന്തിനാണോ അതാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാനത് പറയുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും. മനുഷ്യരിൽ മാത്രമല്ല, ശ്രദ്ധിക്കണം, മനുഷ്യരിൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പിന്നെ യാസീനിലെ ആയത്തിൽ വായിച്ചത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിത്തുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നത്, മുളപ്പിക്കുന്നത് നമ്മൾ തന്നെയും നമുക്ക് അറിഞ്ഞുകൂടാത്തവയിലും അല്ലാഹു തആല ഇണകളുടെ സംവിധാനം ഉണ്ടാക്കി. ഇനി നിങ്ങൾക്ക് നമുക്ക് കാണാം പിന്നെ സസ്യലോകം, ജന്തുലോകം, കാലികളുടെ ലോകം, 3 ലോകത്തെ കുറിച്ച് ഗുണം പറയുന്നത്. ഈ 3 ലോകത്തും ഇണകളുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു പറയും. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നോട്ട് ചെയ്യേണ്ടതാണ്. സൗജി അസ്വാജ് പറയുമ്പോൾ നമുക്ക് കാണാം സസ്യലോകം, എഴുതിക്കൊള്ളു സസ്യലോകം. ആ സസ്യലോകത്ത് സസ്യങ്ങൾ നമുക്കറിയാം. സസ്യങ്ങൾ അറിയില്ലേ? എന്തിനാ സസ്യങ്ങൾ? അല്ലാഹു ഭൂമിയിൽ മനുഷ്യനെ പടച്ച പോലെ മനുഷ്യനെ പടക്കുന്ന മുമ്പ് സസ്യങ്ങൾ പടച്ചു വെച്ചത് എന്തിനാ? എന്തിന്? മനുഷ്യന്റെ വേണ്ടി. ഖലഖൽ, അല്ലാഹു പറഞ്ഞത് ഖലഖലകും മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിൽ എന്തൊക്കെ പടച്ചത് മുഴുവൻ മനുഷ്യനാണ്. ഒരു വലിയായി ചുമരിലൂടെ പോകുന്ന ചെറിയ ഉറുമ്പുകൾ, ആ ഉറുമ്പ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സന്തുലനാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഭൂമിയിലുള്ള മുഴുവൻ ഉറുമ്പുകളെ ഇല്ലാതാക്കിയാൽ ഉറുമ്പിന്റെ ലോകമല്ല ഇല്ലാതാകുക, പിന്നെന്താ ഇല്ലാതാകുക? മനുഷ്യലോകത്തിൽ പ്രശ്നം വരും. ഉള്ള മരങ്ങളും സസ്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാൽ
അത് ഈ സസ്യങ്ങളെയും മരങ്ങളെയും മാത്രമല്ല ബാധിക്കുക, അത് ബാധിക്കുന്നത് ആദ്യമായിരിക്കും മനുഷ്യനായിരിക്കും. ആ സസ്യലോകത്ത് അള്ള പറയാണ് അതിൽ അള്ളാഹു ഇണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ഖുർആനിലെ ഞാനതിനെ വായിക്കണില്ല, 20:53 ഇപ്പൊ മറിക്കണം, പിന്നെ മറിച്ചാൽ മതി, പിന്നെ നോക്കിയാൽ മതി, ഒരു സ്പീഡിൽ പോകാനാണ്. 20:53 മറിക്കണ്ട, കേട്ടാൽ മതി. فأخرجنا به أزواجا من أزواج നമ്മൾ പഠിക്കുന്നത്. فأخرجنا به أزواجا من نبات شتى من نبات شتى. നബാത്ത് ചെടികളാണ്. ഷത്ത എന്ന വ്യത്യസ്തങ്ങളായ ചെടികളിൽ നിന്ന് നാം ഇണകളെ മഴ മുഖേന ഉൽപ്പാദിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. എന്നാൽ ഏതൊരു ചെടിയാവട്ടെ സസ്യങ്ങളാകട്ടെ അതിനൊക്കെ ആണും പെണ്ണും ഉണ്ട്. മനസ്സിലായില്ല? എല്ലാറ്റിലും ഉണ്ട്. ഇണകളാക്കിയിട്ടാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ജന്തുലോകം. അൻസലക്കും കേട്ടാ മതി ശ്രദ്ധിക്കാം, പിന്നീട് നോക്കാം. അൻസലക്കും മിനൽ അൻആമി വഅൻസലക്കും, നിങ്ങൾക്ക് വേണ്ടി നമ്മളോട് പറയാം നിങ്ങൾക്ക് വേണ്ടി നാം ഇറക്കി തന്നു. മിനൽ അൻആമി, കന്നുകാലികളിൽ നിന്ന്, സമാനിയത്ത് അസ്വാജി, 8 തരം ഇണകൾ. ഇണകൾക്ക് മാത്രമല്ല 8 എണ്ണം ഇറക്കി തന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അൻആം എന്ന് പറഞ്ഞാൽ എന്താ? അൻആം എന്ന് പറഞ്ഞാൽ അൻആം എന്നതിൽ എന്തൊക്കെ പെടും? 4 കാലുള്ള എല്ലാം പെടുമോ? അൻആം എന്ന് പറഞ്ഞാൽ ഈ 8 ഇണകൾ ഏതാണ് എന്ന് അള്ളാഹു തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഞാനീ പറഞ്ഞത് 39:6 അൽബഖറയിലെ പിന്നെ സുമയിലെ ഈ ആയത്തിനെ അള്ളാഹു തആല സൂറത്ത് അൻആമിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ 8 ഇണകൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഒന്ന് പിന്നെ ഒട്ടകമാണ്, പിന്നെ മാടാണ്, ചെമ്മരിയാടാണ്, കോലാടാണ്. 4 ടൈപ്പ്. ഇനി ഇതല്ലാത്ത ഒരുപാട് വസ്തുക്കൾ മനുഷ്യൻ തിന്നുന്നുണ്ട് കേട്ടോ. തിന്നാൻ പറ്റിയതന്നെ ഇതല്ലാത്തുണ്ട്, ഈ 4 പെടാത്തുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത സക്കാത്ത് കൊടുക്കേണ്ടത് ഇവക്കാണ്. സമ്പത്ത്, കാര്യസമ്പത്ത് സമ്പാദിച്ചു കൂട്ടാനുള്ള അവ ഇറക്കിയ കാലുകൾ ഈ 4 ജോഡികളാണ്. അങ്ങനെ 8 പറഞ്ഞത്. അത് അള്ളാഹു തആല പിന്നെ ഞാൻ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു ഇണകളാക്കിയിട്ടാണ്. ഇനി അപ്പൊ ജന്തുലോകവും കാലുലോകവും ഇതിൽ ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. ഭൂമിയിൽ ശ്രദ്ധിക്കുക, ഭൂമിയുടെ നിലനിൽപ്പും സന്തുലനാവസ്ഥയും ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അസുവാചാണ്, ഇണകളാണ്. അതിൽ നിന്ന് പഠിക്കേണ്ട സന്ദേശങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഒരാൾ കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാൽ അയാളുടെ ജീവിതം പൂർണ്ണമല്ല. ആണായാലും പെണ്ണായാലും ഒരാള് ഞാൻ കല്യാണം കഴിക്കണില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ, കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ ഒരാള് സമ്പത്തില്ലാത്തതുകൊണ്ടാണ് കല്യാണം, ജോലിയൊന്നുമില്ല, ഒരു പെണ്ണിനെ പോറ്റാനുള്ള പിന്നെ വരുമാനമൊന്നുമില്ല, എന്നാൽ ഒരു കല്യാണം കഴിക്കണമെന്ന് നമ്മൾ ഖുർആനിൽ പറയില്ല. കാരണം ഈ നിങ്ങൾ ഫുഖറാകളാണെങ്കിൽ യുഗ്നീകുമ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യം തരും പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, പറഞ്ഞ സ്ഥലം കല്യാണം. ചില ആൾക്കാർ ലൈംഗികമായ ശേഷി ഇല്ലാത്ത ആൾക്കാർ, ലൈംഗികമായ വികാരമോ ശേഷിയൊന്നും ഇല്ലാത്ത ആൾക്കാർ, ചില ആൾക്കാർ ഞാൻ കല്യാണം കഴിക്കണം ഞാൻ തീരുമാനിക്കും. ഇണകളാക്കി അവർ സൃഷ്ടിച്ചതിന് പിന്നിൽ കേവലം ലൈംഗിക വികാരമോ അല്ലെങ്കിൽ ലൈംഗിക ജീവിതമോ മാത്രമല്ല, അത് പ്രധാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി അതൊന്നും ഇല്ല എങ്കിലും ഒരു മനുഷ്യന്
സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റും. അള്ളാഹ് പറഞ്ഞ പോലെയാണെങ്കിൽ. മനസ്സിലായോ പറഞ്ഞ? ഒരാൾക്ക് ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ട് ചോദി, അത് കണ്ണിന് കാഴ്ചയില്ലാത്തവരില്ലേ? കണ്ണോടുണ്ട്, കണ്ണിന് പവറില്ല. കയ്യിന് ആവതില്ലാത്തവരില്ലേ? കാലിന് ആവതില്ലാത്തവരില്ലേ? ഇല്ലേ? അതുപോലെ ഒരു അവയവമാണ് ലൈംഗിക അവയവം. ആവതില്ലാത്തവരുണ്ടാവും. അത് ജീവിതം അവ തന്ന ജീവിതം വേണ്ടാന്ന് നോക്കാനുള്ളതല്ല. മനസ്സിലാക്കാൻ പറഞ്ഞത്? ഒരു പെണ്ണ്, ആ പെണ്ണിന് എന്ന പ്രാർത്ഥനയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. ചിലർക്ക് സൂചിപ്പിക്കാനേ പറ്റുള്ളൂ, വിശദീകരിക്കാൻ പറ്റില്ല. വിശദീകരിക്കാൻ പറ്റില്ല, സൂചിപ്പിക്കാനേ പറ്റില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊന്നും നമുക്ക് നോക്കി കണക്കാക്കി രക്ഷിതാക്കൾക്കോ കാരണവന്മാർക്കോ ഇതൊന്നും മുൻകൂട്ടി അറിയാതെ നോക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് കരുതുക. നല്ല സ്നേഹനിധിയായ ഭർത്താവ്, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, ഈ ഒരു ലൈംഗികമായ വിഷയത്തിൽ മാത്രം അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അവൾക്ക് പൂർണ്ണമായ സംതൃപ്തി കിട്ടുന്ന വിഷയത്തിൽ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ മാത്രം ആ ബന്ധം മുറിഞ്ഞു പോകൂല. മനസ്സിലായില്ല? അതിലേക്ക് പഠിക്കണം, ഖുർആൻ പഠിക്കണം. എന്തിനാണ് ജീവിതം എന്നറിയണം. ദാഹവും വിശപ്പും സഹിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അല്ലെ? ദാഹവും വിശപ്പും സഹിച്ച് ജീവിക്കുന്നവരുണ്ട്, ക്ഷമിക്കുന്നവരുണ്ട്. അവിടെ സബറിന്റെ വേറൊരു ഭാഗം കടന്നു വരികയാണ്. ആരെ കൂടെ നിൽക്കും? ശ്രദ്ധിച്ചോളി, ആരെ കൂടെ നിൽക്കും? ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് ഒരു പെണ്ണ് ക്ഷമിക്കാൻ, ആ പെണ്ണ് അല്ലാഹു അനുവദിച്ച ഇണക്കപ്പുറത്ത് ഒന്നും ആഗ്രഹിക്കാതെ, ഒരു തിന്മയിലേക്കും പോകാതെ, മനസ്സിനെ കൺട്രോൾ ചെയ്ത് അല്ലാഹു തന്ന വിധിയാണെന്ന് അറിഞ്ഞ് ആ പെണ്ണ് ക്ഷമിക്കുകയാണെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ ഉണ്ടാവും. ബാക്കിയുള്ള പലർക്കും കിട്ടാത്തത് അല്ലാഹു ഇവർക്ക് കൊടുക്കും. മനസ്സിലാവുക? കേവലം ഒരു ലൈംഗിക സമയത്ത് ആസ്വാദനം മാത്രം കൊടുക്കാൻ കഴിയുന്ന ഭർത്താവ്, കേവലം ഒരു കുറച്ച് സമയത്ത് ലൈംഗിക സന്തോഷം മാത്രം, സംതൃപ്തി മാത്രം കൊടുക്കാൻ കഴിയുന്ന ഭർത്താവും, അത് കഴിഞ്ഞാൽ അവൾക്കൊരു മനസ്സമാധാനം കൊടുക്കാത്ത, ഒരു സന്തോഷവും കൊടുക്കാത്ത ഒരാളാണ് ഇവിടെ ഭർത്താവ്. വിചാരിച്ചോ, ഈ ലൈംഗികമായ പവറിന് എന്ത് പ്രസക്തിയാണ്? മനസ്സിലാവുന്നു? ക്ഷമിക്കുക വഴി അല്ലാഹു തആല വല്ലാത്തൊരു സന്തോഷവും സംതൃപ്തിയും അല്ലാഹു ഇപ്പോൾ കൊടുക്കുന്നത് മാത്രമല്ല, ആ ക്ഷമക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് ഓളെ കൂടെയാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായം അവരുടെ ജീവിതത്തിൽ അല്ലാഹ് ആക്കി കൊടുക്കും. ഇനി അതുണ്ടായെന്ന് വിചാരിച്ചോ, എന്തായാലും ഉത്തരം ഇവരുടെ മരണം അതോടുകൂടി അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് തുടക്കമായിട്ട് മാറണം. പകരം അവർ സ്വർഗം കൊടുക്കുകയാണ്. മനസ്സിലാവുന്ന പറഞ്ഞ് ശരി. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ സന്തുലനാവസ്ഥ, ഭൂമിയുടെ നിലനിൽപ്പ് അല്ലാഹു വെച്ചിട്ടുള്ളത് ഈ ഇണകൾ എന്ന സംവിധാനത്തിലാണ്. നൂഹ് നബിയുടെ കാലം ഏതാണ്? നൂഹ് നബിയുടെ കാലം ഏതാണ്? നൂഹ് നബി ഭൂമിയിൽ ജീവിച്ച കാലം ഏതാണ്? ആലോചിച്ചിട്ടുണ്ടോ? ആദ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം തൊട്ടടുത്ത് ആദ്യത്തെ റസൂല്. എങ്ങനെ? ആദ്യത്തെ റസൂല്. അന്ന് അദ്ദേഹം ഇന്ന് അറാറത്ത് മല നിലനിൽക്കുന്ന ആ പ്രദേശത്ത് അദ്ദേഹം ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ ഇവിടെ കൂട്ടിയ ആൾക്കാരില്ല, മനുഷ്യന്മാരില്ല.
മനുഷ്യന്മാർ ഇവിടെ കൂടിയില്ല, അവിടെ മാത്രമേ ഉള്ളൂ. എന്താ കാരണം? ഭൂമിയിൽ മനുഷ്യന്മാർ ആയി വരുന്നുള്ളൂ. അതിനബിക്ക് മക്കളായി, ആ മക്കൾക്ക് മക്കളായി. ഇങ്ങനെ നൂഹ് നബിയുടെ കാലത്താണ് കുടുംബം എന്ന ആദ്യത്തെ സംവിധാനം. ശ്രദ്ധിക്കണം, കുടുംബം എന്ന സംവിധാനം. മറ്റത് ആങ്ങള് പെങ്ങള് ആങ്ങളിനെയൊക്കെ കല്യാണം കഴിച്ചത്. മനസ്സിലാവുണ്ട? കല്യാണം കഴിച്ചത്. കുടുംബം എന്ന സംവിധാനം വരുന്നത് ആദ്യമായി. കുടുംബം എന്ന് പറഞ്ഞാൽ നസബ് സിഗർ. കുടുംബം എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞത് നസബ് സിഗർ. എന്താണ്? രക്തബന്ധം, കുടുംബബന്ധം. എന്താണ്? രക്തബന്ധം, കുടുംബം എല്ലാം കൂടി ഒന്നല്ല. നസബ് സിഗർ. മനസ്സിലായോ പറഞ്ഞത്? സീന് വലിയ ഹ, മറ്റേ ഹ അല്ല. രക്തബന്ധം, കുടുംബബന്ധം. എന്താണ്? കല്യാണം കഴിക്കാൻ പറ്റിയതും പറ്റാത്തതും ഉണ്ട്. കല്യാണം കഴിക്കാൻ പറ്റാത്തതാണ് രക്തബന്ധം. എന്റെ പെങ്ങള് എനിക്ക് രക്തബന്ധമാണ്. മനസ്സിലായോ പറഞ്ഞ? എന്റെ മകന് എന്റെ പെങ്ങളെ മകള് കുടുംബം രക്തമില്ല, കാരണം കല്യാണം കഴിക്കാൻ. എന്റെ മകന് എന്റെ പെങ്ങളെ മോളെ എന്താ കാരണം? അന്യരാണ്, കല്യാണം കഴിക്കുക. എന്റെ ജേട്ടന്റെ മകൻ എന്റെ മകളെ ബൈക്കമേറ്റി കൊണ്ടാൻ പറ്റില്ല. എന്റെ ജേട്ടന്റെ മകന് എന്റെ മകളെ എന്ത് ചെയ്യാം? കല്യാണം കഴിക്കാം. മനസ്സിലായില്ലേ? നമുക്കൊക്കെ കണക്കാണ്. ഇസ്ലാം പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം, ഇസ്ലാം ഹറാമാണ്. ഇസ്ലാം പറയുന്നത് ആ രക്തബന്ധം കുടുംബബന്ധം അത് സൃഷ്ടിച്ചു എന്ന് അള്ളാഹ് പറഞ്ഞത് അതിന് അങ്ങനെ തന്നെ കാണാനാണ്. അതിനപ്പുറത്തേക്ക് പോയാൽ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത, താങ്ങാൻ പറ്റാത്ത അപകടങ്ങൾ വരും, ദുരന്തങ്ങൾ വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റക്കാൻ പറ്റില്ല. ഈ പോയിട്ട് മോളെ കൂട്ടിക്കൊണ്ടിരുന്ന് ഞാൻ എൻ്റെ മോള് പറയാം, കാക്കാൻ്റെ മോളെ ഈ പോയിട്ട് കൂട്ടിക്കൊണ്ടെന്ന് പറയാൻ പാടില്ല. അവർ അന്യരാണ്, വിവാഹം ചെയ്യാം. ഇസ്ലാം എന്താ പറഞ്ഞത്? അനുജന്റെ കല്യാണം നടക്കുമ്പോൾ, അനുജൻ കല്യാണം കഴിച്ചിട്ട് കൂട്ടിക്കൊണ്ടിരുമ്പോൾ ആദ്യം വേണ്ടത് അറിയോ? എന്താ വേണ്ടത്? ജേഷ്ഠൻ അവന്റെ ഭാര്യയുമായി വേറെ വീട്ടിലേക്ക് പോകണം. മനസ്സിലായില്ല? നാട്ടിലുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഏടിലുള്ളതാണ് പറഞ്ഞത്. ഖുർആനും സുന്നത്തും പറഞ്ഞത്. അനുജൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ ജേഷ്ഠൻ വേറെ വീട്ടിലേക്ക് പോകണം. കാരണം അനുജന്റെ ഭാര്യ, ജേഷ്ഠന്റെ ഭാര്യ അനുജന് അന്യാണ്. ഞാൻ എന്റെ ഭാര്യനെ വീട്ടിനകത്ത് സാധാരണ ഞാൻ സാധാരണ ഡ്രസ്സിൽ മാക്സിലൊക്കെ ഇട്ട് നടക്കും. എനിക്ക് ഞാൻ കാണുന്ന പോലെ എന്റെ ഭാര്യനെ എന്റെ അനിയൻ കാണാൻ പാടില്ല, ഹറാമാണ്. ആ ഹറാമങ്ങനെ വീട്ടിൽ നടന്നുകൊണ്ടേയിരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പല ആൾക്കാർക്കും ഇതിലൊന്നും ഗൗരവമില്ല, നിസ്സാര. ആ ഹറാമങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. ഇസ്ലാം പവിത്രമാണ്, പരിശുദ്ധമാണ്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം ഇസ്ലാം പറഞ്ഞത്. അല്ലാതെ ബന്ധമില്ലാന്നോ ശക്തി ഇല്ലാന്നോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമൊന്നല്ല ഇസ്ലാം പറഞ്ഞത്. നമ്മളെ പടച്ച അള്ളാഹ് ഇറക്കിയ നിയമമാണത്. ആ നിയമം പാലിക്കണം. ഹറാമിനെ നടന്നുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പൊ ഈ നസബും കുടുംബബന്ധ സംവിധാനം ആദ്യത്തെ കാലത്ത് നൂഹ് നബിയുടെ കാലത്ത്. അപ്പൊ അന്ന് വെള്ളപ്പൊക്കം എവിടെ ഉണ്ടായത്? നൂഹ് നബി ഇവിടെ ജീവിച്ചത് അവിടെ ഉണ്ടായത്. അന്ന് 80 ആളുകൾ ഒഴികെ ഭൂമിയിൽ ബാക്കിയുള്ള മുഴുവൻ മനുഷ്യന്മാരും അന്ന് മരിച്ചിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കത്തില്, പ്രളയത്തിൽ, തൂഫാനിൽ 80 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു. ആ 80 ആളുകളാണ് കപ്പലിൽ കയറിയത്. എന്തുണ്ടായി അറിയുന്നത്? ഖുർആൻ പറഞ്ഞത് അടുപ്പ് നൂറ് പൊട്ടിയതാണ്. എന്താണ്? അടുപ്പിൽ
വെള്ളം കണ്ട് കോരിച്ചൊരിഞ്ഞുകൊണ്ട് കുത്തി ഒഴുകിക്കൊണ്ട് ഭൂമിയിലേക്ക് വന്നു. എല്ലാ മലകളെയും ഈ വെള്ളം അതിജയിച്ചു. കപ്പലങ്ങനെ പൊത്തി. കപ്പൽ നേരത്തെ ഉണ്ടാക്കിച്ചത് വെള്ളം പൊത്തിയപ്പോ കപ്പലങ്ങനെ കൊണ്ടുവന്നു മുകളിലേക്ക്. ആ പ്രദേശത്ത് ഭൂമിയിലുണ്ടായിരുന്ന മുഴുവൻ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത് സംഭവിക്കുക മനുഷ്യന്മാർ മാത്രമല്ല പോവുക, പിന്നെ ചെടികളും ജീവജാലങ്ങളും ജന്തുക്കളും എല്ലാം നശിക്കാൻ പോവുക. അപ്പൊ എന്ത് വേണം? ഈ വെള്ളം ഇറങ്ങല്ലോ അല്ലേ? വെള്ളം ഇറങ്ങി കപ്പലിൽ ഇറങ്ങണം. പിന്നെ ഇവർക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു കപ്പലിൽ കയറ്റാൻ പറയും. കേട്ടോളി, ഖുർആൻ ഒരു സ്ഥലത്തില്ല, പല സ്ഥലത്ത്. അതിൽ ഒരു സ്ഥലം ഞാൻ പറയാം. 11:46 പല സ്ഥലത്തുണ്ട്. അതിൽ 11:46 അല്ല പറയാണ്, നൂഹിനോട് പറയാം, ആ കപ്പൽ നീ വഹിക്കണം. രണ്ട് ഇണകളിൽ നിന്ന് 2 ജോഡിയെ കപ്പലിൽ എന്ത് ചെയ്യണം? നൂഹിനബിക്ക് അതേ പണി. അള്ളാന്റെ കൽപ്പന പറഞ്ഞത് എല്ലാ ജന്തുക്കളെയും ജീവജാലങ്ങളെയും ഒക്കെ ഇണകളെ 2 ജോഡി ഇണകളെ സൗജന്യത്തിലേക്കാണ്. കാരണം ഒന്നിനെ നീ പറ്റിയ വേറൊന്നുമാണല്ലോ. 2 ജോഡി എല്ലാ ഇണകളെയും കപ്പൽ കയറ്റാൻ പറഞ്ഞു. 80 ആൾക്കാർ. അത് എന്തിനായിരുന്നു? അതിനെ എല്ലാ ഈ സൗജന്യത്തിനെ 2 ജോഡി ഇണകളെ കപ്പലിൽ കയറ്റാൻ പറഞ്ഞത് എന്തിനാ? വെള്ളം ഇറങ്ങിയാൽ പിന്നെ വീട്ടിൽ വേണം ജീവിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തുലനാവസ്ഥയാണ്, താളമാണ് എന്ത്? ഈ ഇണകൾ എന്ന സംവിധാനം. ഇത് ഖുർആനിൽ തന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ സംവിധാനം. അതിനാണ് 2 ജോഡി ഇണകളെ കപ്പലിൽ കയറ്റണമെന്ന് അല്ലാഹു പറഞ്ഞു. സഹോദരങ്ങളെ, ഭാര്യ ശരിയല്ലെങ്കിൽ, ഭർത്താവ് ശരിയല്ലെങ്കിൽ ജീവിതത്തിന്റെ സന്തുലനാവസ്ഥ തെറ്റും. മനസ്സിലായില്ലേ? വലിയ പാടാണ്. നമ്മുടെ ജീവിതത്തിന്റെ താളം നിർണയിക്കുന്നത്, ജീവിതത്തിന്റെ സന്തുലനാവസ്ഥ നിർണയിക്കുന്നത് ഇണകളുടെ യോജിപ്പും ഐക്യവും തന്നെയാണ്. ഇല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും കാര്യമില്ല. പരസ്പരം യോജിക്കാത്ത, അടുക്കാത്ത ഇണകളാണെങ്കിൽ കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല. ജീവിതത്തിന്റെ സന്തുലനാവസ്ഥ തെറ്റും, സമാധാനം തെറ്റും, ജീവിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഒന്നുമില്ലെങ്കിലും, ഇത്ര ദരിദ്രരാണെങ്കിലും, പട്ടിണി പാവങ്ങളാണെങ്കിലും, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരാണെങ്കിൽ പോലും ആ ജോഡികൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ടെങ്കിൽ, ജോഡികൾ തമ്മിൽ നല്ല ഐക്യമുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളെയൊക്കെ അതിജയിക്കാൻ പറ്റും. ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാൻ പറ്റും. അത് വലിയ പാടാണ്. മനുഷ്യൻ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട സംഗതി അല്ല പറഞ്ഞുതരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂമിയിലെ, ഞാനൊന്നും കൂടി പറഞ്ഞേട്ടെ, ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ, ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്മാരില് ഇപ്പൊ നമ്മളിവിടെ ജീവിക്കുക അല്ലെ? ഭൂമിയുടെ അവസാനത്തെ ആൾക്കാരെ നമ്മൾ. ഇനി നബി വരാണ്ടാവും, ഒരു വേദന വരാണ്ടാവും. സാധാരണ നബിമാര് വരുന്ന കാലഘട്ടം നോക്കുകയാണെങ്കിൽ 14 നബിമാര് വരുന്ന സമയം കഴിഞ്ഞു. എങ്ങനെ? 14 നബിമാര് വരുന്ന സമയം കഴിഞ്ഞു. സാധാരണ നബിമാര് വരുന്ന കാലഘട്ടം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വരാത്തത്? ഇല്ല, തീർന്നു. ഈ ഭൂമിന്റെ ആയുസ് തീർന്നു. ഇനി കടൽ ഉയരും. കടൽ ഉയരം എന്താ പറയുക? വെള്ളം ഒഴിഞ്ഞു, കത്തും. കടൽ
കടൽ വെള്ളം കത്തും. വഇദൽ ബിഹാറു സുഖിറത്, സമുദ്രം ആളിക്കത്തിക്കപ്പെട്ടാൽ. വഇദൽ ബിഹാറു ഫുജ്ജിറത്, സമുദ്രം പൊട്ടി ഒഴുക്കപ്പെട്ടാൽ. സമുദ്രത്തിലെ വെള്ളം കത്തിയിട്ടാണ് പൊട്ടി ഒഴുകുക. ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെടും. ഉള്ളിലുള്ളത് പുറത്തേക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുതരവായിച്ചു, ഈ ഭൂമിന്റെ ഉള്ളിലേക്ക് ഈ റഷ്യയും പിന്നെ വേറെ അമേരിക്ക തോട്ട്, റഷ്യയും വേറെ രാജ്യവും മറ്റേ മറന്നുപോയി, അവര് ഭൂമിന്റെ ഉള്ളിലേക്ക് കുഴിച്ചു എന്നാ പറഞ്ഞത്. ഭൂമിന്റെ ഉള്ളിലേക്ക് കുഴിച്ചു. എന്നിട്ട് എത്രയോ അടി പറയുന്നുണ്ട്, കിലോമീറ്റർ അടിയുടെ കിലോമീറ്റർ അത്രയും. അവസാനം മറ്റേ രാജ്യം നിർത്തി അതിൽ വിജയിച്ചത് റഷ്യ എന്നാണ് പറഞ്ഞത്. അടി കുഴിച്ചു. എന്നിട്ട് അതിൽ പറഞ്ഞതറിയോ, ആ കുഴിച്ചത് എത്രയെന്ന് അറിയണമെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുക, ഭൂമിയിൽ എത്ര കുഴിച്ചു എന്നറിയണമെങ്കിൽ ആ ആപ്പിളിന്റെ തോലുണ്ടല്ലോ അതെത്ര ഉണ്ടാവും, അത്ര ഇത്രയും കിലോമീറ്റർ കുഴിച്ചിട്ട് എത്തിയിട്ടുള്ളൂ എന്റെ പുറത്ത് കിട്ടുന്നത്. ഇതെന്തിനാ പറഞ്ഞതറിയോ, ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറന്തള്ളപ്പെടുക ആഹ്ലത്തിൽ അത് വർദ്ധാന പുറത്തേക്ക് വരും. ഇനി ഇത് അവസാനിക്കാൻ പോകും. മുൻ സമൂഹത്തെ നശിപ്പിച്ചപ്പോ എന്തൊക്കെ ദുസ്വഭാവം ഉണ്ട്, അത് മുഴുവനുള്ള സമൂഹപ്പോ എല്ലാം ഉണ്ട്. ഓരോന്നും ഈ ഭൂമിയില് ഇനി ആ ജീവിച്ച മനുഷ്യ ചരിത്രത്തിൽ ഇപ്പൊ നമുക്ക് 60 അല്ലെ, 60 പരമാവധി 1000 കൊല്ലം ജീവിച്ച മനുഷ്യന്മാരായിട്ട് എത്ര ഇപ്പൊ വയസ്സെന്ന് വെച്ചാല് 1000 കഴിഞ്ഞ് 1000 നമ്മളിപ്പോ 100 കഴിഞ്ഞ് 101 പറഞ്ഞാൽ 1000 കഴിഞ്ഞ് 1006. എത്ര ഇപ്പൊ വയസ്സ്? 956 വയസ്സ്. അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. നൂഹ് നബി എത്ര കൊല്ല? 900. ദേവത്ത് മാത്രം ഖുർആൻ പറഞ്ഞത് 950 അല്ലട്ട. ഖുർആൻ പറഞ്ഞത് 1050 കുറവെന്നാണ്. ഖുർആന്റെ പ്രയോഗം എങ്ങനെ? 1050 കുറവ് കൊല്ലം ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അത് ദേവത്ത് മാത്രം. അപ്പൊ എത്ര പേർ ജീവിച്ചിട്ടുണ്ടാവും? മനസ്സിലായി? മേലക്കുണ്ട്. എങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും ആയുസ്സും ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടായ സമയം ഏതാ? ഏതാ? നൂഹ് നബിയുടെ കപ്പലിൽ ഇറങ്ങിയ സമൂഹം. സുബ്ഹാനല്ലാഹ്. പഠിച്ചു വെക്കണം. ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ധന്യതയുള്ള സമൂഹം. ഇപ്പത്തെ നമ്മൾ പറഞ്ഞ ഒരു അംബാനി കണ്ടല്ലോ, അങ്ങനെ 100 എണ്ണം ഒരുമിച്ച് വെച്ചാൽ പോലും എത്തൂല. 100 എണ്ണം ഒരുമിച്ച് വെച്ചാൽ പോലും എത്തൂല. ഭൂമിയിൽ ജീവിച്ച ഏറ്റവും സമ്പന്ന സമൂഹം നൂഹിന്റെ കപ്പലിൽ ഇറങ്ങിയ 80 ആളുണ്ടല്ലോ, ആ 80 ആളെ മക്കളാ ആ സമൂഹം. ഒരു മലന്റെ ഒരു സൈഡ് പൊളിച്ചാൽ ഒരു 100 കൊട്ടാരം നാട്ടിലുണ്ടാവും. അല്ലേ? ഓരെന്താ ചെയ്യല്? മലമ കണ്ടിട്ട് പോരാ, മല കണ്ടിട്ട് കൊണ്ടല്ല, മല പൊളിച്ചു കൊണ്ടല്ല. ഒരു പെരണ്ടാക്കാൻ മലമ കണ്ടിട്ട് പോരാ. അല്ലെങ്കിൽ താഴ്വരയിലേക്കാണ് ചില താഴ്വരയിൽ ചെന്നിട്ട് ആ മല വീടാക്കി മാറ്റുക. അല്ലാഹു തആല ഇണകൾ എന്ന സംവിധാനം നമുക്ക് പഠിക്കാനുള്ള പാടാ പറഞ്ഞത്. എല്ലാ ഇണകളെയും 2 എണ്ണം വീതം കയറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കയറ്റി അവരിറങ്ങി, അവർ വെച്ച് പിടിപ്പിച്ചു. ചെടികളുണ്ടായി, സസ്യങ്ങളുണ്ടായി, കായ്കനികളുണ്ടായി. കായ്കനികളിലും ഇണകൾ എരിക്കോളും. ഫ്രൂട്ട്സിലെ പഴവർഗ്ഗങ്ങളിലെ ഇണകൾ 13 അത് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാത്തിലുണ്ട്. എല്ലാ പഴവർഗ്ഗങ്ങളിലും അല്ലാഹു ഇണകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 5-6 കാര്യങ്ങൾ. നമുക്ക് സമയമില്ല. 5-6 കാര്യങ്ങൾ ഇണകൾ എന്ന സംവിധാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്. ഒരു 6 കാര്യം.
ഇണകൾ എന്ന സംവിധാനത്തിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താണ് സഹോദരങ്ങളെ? അത് പഠിച്ചാൽ, ഞാൻ അവസാനിപ്പിക്കാം, അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചോദിച്ച റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ എന്ന് ചോദിച്ചില്ലേ, അതെന്താണ് ചോദിച്ചതെന്ന് മനസ്സിലാവും. ഇണകളിലൂടെ നമ്മൾ ചോദിച്ചത് എന്താണ് എന്ന് ഈ 6 കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഇണകൾക്ക് കൊടുക്കേണ്ടത്, ആണ് പെണ്ണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഒരു ഭാഗം പറയാം. ഒരു ആണിന് തൻ്റെ പെണ്ണിൽ നിന്ന് കിട്ടേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ മനസ്സിലാക്കിയത് പറഞ്ഞോളെ. ഒരാണിന് തൻ്റെ പെണ്ണിൽ നിന്ന്, തൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ മനസ്സിലാക്കിയത് പറഞ്ഞാൽ അതിൽ ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ മനസ്സൊന്നും പോകാതിരിക്കാനാണ്, അല്ലാതെ നിങ്ങളെ ഇപ്പൊ പരിശോധിക്കാനൊന്നുമല്ല. എന്താ ഒന്നാമതായി കിട്ടാറുണ്ട്? പറഞ്ഞോളി. ഒന്നാമതായി ഇപ്പൊ നിങ്ങളൊക്കെ സമാധാനം മനസ്സമാധാനം പറഞ്ഞേ, അത് കിട്ടാത്ത എന്തോടെ കൂടിയാ പറഞ്ഞ. ഒരു ആണിന് പെണ്ണിൽ നിന്ന് കിട്ടേണ്ടത്, ഒരു പെണ്ണിന് ആണിൽ നിന്ന് കിട്ടേണ്ടത് ഒന്നാമത്തെ കാര്യം ഈമാനാണ്. എന്താണ് ഈമാൻ? എത്ര പേർക്ക് അറിയും? റസൂൽ പറയാണ്, ഒരു ഭർത്താവ് മരണപ്പെടുകയാണ്, മരിക്കുന്ന രംഗം ശ്രദ്ധിക്കണം. ഈ ലോകത്ത് പോവുകയാണ്, മരിക്കുന്ന സമയത്ത് ഇണയുണ്ട്, ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് മരിക്കുകയാണ്. ഒരു കാലം, ഒരായുഷ്കാലം ഇണകളാൽ ജീവിച്ചു, ഇവര് എല്ലാം പങ്കിട്ട് ജീവിച്ചു. ഇപ്പൊ മരിക്കാൻ പോവുകയാണ്. ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഒരുക്കി കൊടുത്ത് ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അനുഭവിച്ച് അങ്ങനെ ഒരു മരിക്കുകയാണ്. റസൂൽ പറയാണ്, അങ്ങനെ മരിക്കുന്ന സമയത്ത് ഈമാൻ പകർന്നു നൽകി ഭർത്താവിനെ മരിപ്പിക്കാൻ സാധിക്കുന്ന പെണ്ണാരാണോ ആ പെണ്ണാണ് ഭൂമിയിലെ ഏറ്റവും ഹൈറായ പെണ്ണ്. മർദത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. ഹദീസ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ സഹായിച്ച പെണ്ണ്, ഈമാൻ വിട്ട് മരിക്കാൻ സഹായിച്ച പെണ്ണ്. ഒരു ഇണക്ക് മറ്റൊരു ഇണയിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈമാൻ എന്ന വാക്ക്. ഇനി കേട്ടോളൂ, ശ്രദ്ധിക്കണം. ഈമാൻ എന്ന വാക്ക് എന്തുമെന്നറിയോ? ഈമാൻ എന്ന വാക്ക് ഏത് അറബി പദത്തിൽ നിന്ന് വന്നതാണ്? അമ്ന്. എന്താണ് അമ്ന്? എന്താ അമ്നിന്റെ അർത്ഥം അറിയോ? അമ്ന് നിർഭയത്വം, സമാധാനം. അമ്ന് എന്ന വാക്കിൽ നിന്ന് ഈമാൻ എന്ന വാക്ക്, ഈമാൻ എന്ന വാക്കുണ്ടായത് അമ്നി എന്ന വാക്കിൽ നിന്നാണ്. അമ്നി എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ്, സമാധാനം എന്നാണ്. അതിൽ നിന്നുണ്ടായ വാക്കാണ് ഈമാൻ. എന്താ മനസ്സിലാക്കേണ്ടേ? ഈമാനുണ്ടോ സമാധാനം ഉണ്ടാവും. നമ്മുടെ പെണ്ണിന് ഈമാനുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാകും. ഭർത്താവിന് ഈമാനുണ്ടോ എങ്കിൽ ആ പെണ്ണിന് സമാധാനം ഉണ്ടാകും. ഈമാനല്ലാത്ത ഒന്നിനും നമുക്ക് സമാധാനം കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടറിയോ? ഈമാൻ നഷ്ടപ്പെടുന്നോണ്ടാണ്. സമാധാനക്കേട് ഈമാൻ നഷ്ടപ്പെടുന്നതായിട്ട് എന്താണ് സംഗതി? മനസ്സിലായില്ല? എപ്പോഴാണ് സമാധാനം പോലെ? ഒരു ഭാര്യയുടെ സമാധാനം പോലെ എപ്പോഴാണ്? ഭർത്താവ് ഭയങ്കര ചീത്ത പറഞ്ഞ് ആകെ പ്രശ്നമാക്കി, ആകെ ഭയങ്കരമായ അസഭ്യം പറഞ്ഞു, തീരെ ക്ഷമല്ലാതെ ആണ് ജീവിക്കാൻ തുടങ്ങി, പലരും പറയാൻ തുടങ്ങി. അല്ലെ? ഇങ്ങനെ പറയും ഈമാൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഈമാൻ കൊണ്ട് അങ്ങനെ പറയില്ല.
ഈമാണോ പറയില്ല. ഏതൊക്കെ സമാധാനം ഇല്ലാതെയാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് എന്തിൽ നിന്ന് വരുന്നതാ? ഈമാൻ ഇല്ലാത്തോട് വരുന്നതാ. ഈമാൻ ഇല്ലാത്തോട് ഇതൊക്കെ പറയും, ഈമാൻ ഉള്ളവന് പറയാൻ കഴിയില്ല. അമ്മി എന്ന വാക്കിൽ നിന്നാണ് ഈമാൻ ഉണ്ടായത്. അപ്പൊ എവിടേക്കാ വരുന്നതോ? ഒരു പെണ്ണിൽ നിന്ന് ആണ് കിട്ടേണ്ടത് ആദ്യം എന്താന്ന് വെച്ചപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ മറുപടി എന്താ? സമാധാനം അല്ലേ? എന്തുകൊണ്ടാണ് ആ സമാധാനം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്? അവിടെ വിഷയം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഈമാനിൽ നിന്നാണ് അമ്മി എന്ന വാക്ക് വന്നത്. നിർഭയത്വം ഇതുണ്ടോ? ഇതുണ്ടാവും. ഈമാനുണ്ടോ? സമാധാനം ഉണ്ടാവും, അമ്മ ഉണ്ടാവും, നിർഭയത്വം ഉണ്ടാവും. അപ്പോ മനസ്സിലാവും. അതിന്റെ അർത്ഥവ്യാപ്തി എത്രമാത്രം ഉണ്ട്, ഏതൊക്കെ ഭാഗങ്ങളുടെ പോകുന്നു എന്ന് മനസ്സിലാവും. ഇങ്ങനെ സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ജീവിച്ചാൽ മതി. ഒരു ദിവസം ജീവിതത്തിന്റെ ധന്യതയും സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഇല്ല എങ്കിൽ വേറെ എവിടുന്ന് കിട്ടില്ല. സമാധാനം ആഭരണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഭൗതിക സൗകര്യങ്ങൾ കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല സമാധാനം. സമാധാനം ഈമാൻ കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അതാണ് നമ്മൾ ഒരുപാട് ആളുകളെ ഒരു തലമുറകൾക്ക് ജീവിക്കാനുള്ള സ്വത്തും മുതലുണ്ടായിട്ടും ഒരു ദുനിയാവിന്റെ ഒരു കുറവില്ല. എന്നിട്ടും എത്ര ആളുകൾ സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തവന്റെ വീട്ടിലൊന്നുമല്ല പ്രശ്നം, ദുനിയാവില്ലാത്തവന്റെ വീട്ടിലൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എവിടെയാണ്? ഉള്ളവന്റെ വീട്ടിൽ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? ഇല്ലാത്തവന്റെ വീട്ടിൽ പ്രശ്നം വരും ഈമാനില്ലെങ്കിൽ. അവിടെയാണ്. അല്ലാതെ ദുനിയാവ് കുറെ ഉണ്ടെന്ന് വിചാരിച്ച് സമാധാനം കിട്ടുന്ന ആർക്കും എഴുതണ്ടാണ്. പെണ്ണിന്റെ സൗന്ദര്യത്തിലോ പെണ്ണിന്റെ തറവാട്ടിലോ പെണ്ണിന്റെ മുതലിലോ പെണ്ണിന്റെ സ്വത്തിലോ പെണ്ണിന്റെ വാപ്പാന്റെ മുതലിലോ ഒന്നുമല്ല സമാധാനം. അത് സമാധാനം എന്ന സാധനം എവിടെ? സമാധാനം എന്ന സാധനത്തിന്റെ സ്ഥലം എവിടെ? ഈമാൻ അവിടെയാണ്. ഈമാൻ അവിടെയാണ്. അഹങ്കാരം കൊടുത്തത് ഹൃദയത്തെ സുന്ദരമാക്കിയത് ഈമാനാണ് കൂടെ പറഞ്ഞത്. അതാണ് ഈ സൗന്ദര്യമാണ്, ജീവിതത്തിന്റെ സൗന്ദര്യമാണ് നമ്മൾ പറയുന്ന സമാധാനപരമായ ജീവിതം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇതേപോലെ നമുക്ക് ഒരു 5-6 കാര്യങ്ങൾ ഖുർആനിൽ പഠിക്കാണ്ട് അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹബീബിന്റെ അസ്വാജിന എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അർത്ഥവും എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ അല്ലാഹു നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തരുവാനാവട്ടെ. ഒരു ദുആ കൊണ്ടുള്ള വസിയ്യത്തുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇതേപോലെ ആഴ്ചയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്ന സ്ഥലമാണ് പുളിക്കൽ സിയാനണ്ട. അവിടെ ഇതേപോലെ നിങ്ങളെപ്പോലെ ക്ലാസ്സിൽ വരുന്ന കുടുംബത്തോടെ ക്ലാസ്സിൽ വരുന്ന ഒരു കുടുംബത്തിലെ 12 വയസ്സായ മോള്. ആ 12 വയസ്സായ മോള് പഠിക്കണത് ഖുർആൻ ഹിഫ്ളാക്കുന്ന സെന്ററിലാണ് പഠിക്കുന്നത്. ഖുർആൻ ഹാഫിളാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന മോളാണ്. ഈ റമദാനിൽ അവധിക്ക് വീട്ടിൽ വന്നതാണ്. ഖുർആൻ പകുതിയോളം മനപ്പാടാക്കിയിട്ടുണ്ട്. ആ കുട്ടി ബിരിയാന്ന് വീടിന്റെ ടെറസിന്റെ മുകളിൽ താഴോട്ട് കൊണ്ടുപോയി. ഇന്നലെ വളരെ ഒരു മേജർ സർജറി, വലിയ ഒരുപാട് നട്ടലടക്കമുള്ള അവയവങ്ങൾക്കൊക്കെ തരാൻ വേണ്ടിയിട്ടുണ്ട്. വലിയ സർജറി, മണിക്കൂറുകളോളം എടുത്തുകൊണ്ടുള്ള സർജറിയാണ് നടന്നത്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞുമോൾക്ക് ആഫിയത്തിനെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, നിന്റെ കലാമ് കാണാതെ പഠിക്കുന്നൊരു കുഞ്ഞുമോളാണ്. ഒരായത്ത് മനപ്പാടാക്കണമെങ്കിൽ, ഒരായത്ത് കാണാതെ പഠിക്കണമെങ്കിൽ എത്ര തവണ അത് ഓതണം, എത്ര തവണ ആവർത്തിച്ചു പാരായണം ചെയ്യണം. പഠിച്ചവനെ, നിന്റെ കലാമ് ആ പൊന്നുമോളെ എത്ര തവണ ആവർത്തിച്ച് ഓടിയിട്ടുണ്ടായിരിക്കും. ഖുർആൻ പകുതി കാണാതെ പഠിക്കുക. അല്ലാഹുവേ, അതിൻ്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ കലാമിൻ്റെ വലുപ്പം കൊണ്ട് ആ പൊന്നുമോൾക്ക് വേദന ലഘൂകരിച്ചു കൊടുക്കണമേ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണമേ.
അള്ളാഹുവേ ആ കുടുംബത്തിന് മനസ്സിന് ശക്തി കൊടുക്കണമേ, ക്ഷമ പ്രദാനം ചെയ്യണമേ. അള്ളാഹു തആല നമ്മളെയും നമ്മുടെ പൊന്നു മക്കളെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا